ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ടി ബ്ലോഗ്സ് മീറ്റ് ഇൻ ബർഗീസ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല, ഞാൻ കണ്ട ഒരു മൂവി. അത് ഈ അടുത്തിടെ എന്നല്ല, ഈ സിനിമ തിയേറ്ററുകളിൽ നിന്ന് വാഷ് ഔട്ടായിട്ട് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു 2-3 ആഴ്ചയ്ക്ക് മുന്നേ കണ്ട ഈ ഫിലിം റിലീസായത്. ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ ഈ ഫിലിം കണ്ടത്, ഗഗനചാരി. അതിൻ്റെ റിവ്യൂ ഒന്ന് ഇടണമെന്ന് ഞാൻ കുറേ നാളായിട്ട് കരുതിയിരിക്കുവാണ്. എന്നാൽ പിന്നെ ഇട്ട് കളഞ്ഞേക്കാമെന്ന് ഞാൻ കരുതി. അപ്പം അരുൺ ചന്തു ഡയറക്ടറുടെ പേരങ്ങ് പറഞ്ഞു. പക്ഷേ എന്തെന്നാൽ കൂടി വ്യത്യസ്തമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. എനിക്ക് തോന്നുന്നു കാലം തെറ്റി ഇറങ്ങിയത്, അല്ലെങ്കിൽ കുറച്ച് അവാർഡുകൾ ഈ ഫിലിം വാരി കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിനൊരു ഫ്രാഞ്ചൈസി തന്നെ വരുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടു. ഇതിൽ സുരേഷ് ഗോപി അടുത്തതിനകത്ത് ഏതോ ഒരു ഇതായിട്ട് വരുന്നതെന്ന് പറയുന്നത് കേട്ടു, ഏതോ ശാസ്ത്രജ്ഞനായിട്ട്. ഇതിൻ്റെ മെയിൻ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗോകുൽ സുരേഷ്, പിന്നെ ആരായിരുന്നു, അജു വർഗീസ്, അതോടൊപ്പം തന്നെ ഇവരുടെ എല്ലാം നേതാവെന്നല്ല, അന്നത്തെ എന്തോ ഒരു നേതാവായിട്ട് നമ്മുടെ ഗണേശും ഉണ്ട്. പിന്നെ ഒരു ഏലിയനും ഉണ്ട്. ഏലിയൻ്റെ പേരും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഇവർ തമ്മിൽ നടക്കുന്ന കുറച്ച് പ്ലോട്ടാണ്. ഈ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ 2040 നടക്കുന്നത്. ഇന്ന് ഈ കാണുന്ന ഇന്ത്യ അല്ലെങ്കിൽ കേരളം അല്ലെങ്കിൽ ഈ ലോകമേ അല്ല, ഒരു ഫിക്ഷൻ വേൾഡിൽ നടക്കുന്ന, ഫിക്ഷൻ വേൾഡിൽ നിന്നല്ല, ഒരു പക്ഷേ അന്ന് ഈ സിനിമയെ കാണിച്ചേക്കുന്ന പല കാര്യങ്ങളും ഒരു പക്ഷേ ഫ്യൂച്ചറിൽ നടക്കാൻ ചാൻസ് ഉള്ളതാണ്. ഒരു ഏലിയൻസ് കേരളത്തിൽ വരുന്നതും അല്ല അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ചിത്രത്തിൻ്റെ ഒരു ടൈപ്പ് വരെ ഞാൻ കണ്ടത് വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ. പിന്നെ ഇത് യൂസ് ചെയ്തേക്കുന്ന VFX വർക്ക് എൻ്റെ പൊന്നും ഒരു രക്ഷയില്ല. ഒരു മലയാളത്തിൽ ഇതുപോലൊരു പരീക്ഷണ ചിത്രം വരുമോ? പക്ഷെ കുറച്ചാളും കൂടെ കഴിയുമ്പോഴത്തേക്കും ബെറ്റർ ആവുമെന്ന് തോന്നുന്നു. ബെറ്റർ എന്നല്ല, ഈ ചിത്രം എനിക്ക് അത്രത്തോളം അങ്ങ് ഇഷ്ടപ്പെട്ടു. എന്തോ ഒരു പക്ഷേ OTT വന്നാൽ പലർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം തിയേറ്ററിൽ പോയി തന്നെ മസ്റ്റായിട്ട് വാച്ച് ചെയ്യേണ്ട ഫിലിമാണ്. എനിക്കെന്തോ അതിനുള്ള ഭാഗ്യം കിട്ടി. ഞാൻ നൂറിനാട് സാദിയിലാണ് അത് പോയി കണ്ടത്. അതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളും ഇപ്പോൾ വെച്ചേക്കാം, ഇപ്പം സ്ക്രീനിൽ കാണിക്കും. ഓക്കെ, ഒരു പക്ഷേ OTT വന്നോ അല്ലെങ്കിൽ DVD അല്ല, അല്ലെങ്കിൽ മറ്റേ മൊബൈലിൽ ഇരുന്ന് കണ്ടാൽ നിങ്ങൾക്കൊന്നും പിടികിട്ടത്തില്ല. കാരണം ഇതിൻ്റെ ഒരു പകുതിയോളം സെക്കൻഡുകളോ, പകുതിയല്ല, ഒരു നിശ്ചിത ടൈം വരെ എന്ന് പറഞ്ഞാൽ ക്രോപ്പ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. പിന്നെ ഫൈനൽ ക്ലൈമാക്സിലോട്ട് അടുക്കുമ്പോഴാണ് ഫുൾ സ്ക്രീനിൽ കാണിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു ഡോക്യുമെൻ്ററി സൈഡിൽ എടുക്കാൻ വരുന്നവരും അവരുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഏകദേശം സിനിമയുടെ ഒരു കഥകൾ ഫുള്ളും പറഞ്ഞെങ്കിലും ഈ പറഞ്ഞ പോലെ ഏകദേശം കഥയുടെ ഫുൾ സ്റ്റോറി പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് ഒരു പിള്ളേർക്കും പിടികിട്ടത്തില്ല. അത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം അത്രയ്ക്ക് നല്ലൊരു ബ്യൂട്ടിനെസ്സാണ് ആ ഒരു ഫിലിമിലുള്ള. എനിക്കിഷ്ടപ്പെട്ടു. അപ്പം പറ്റുമെങ്കിൽ ഇനിയിപ്പം തിയേറ്ററിൽ നിന്ന് വാഷ് ഔട്ടായിട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ എവിടെയെങ്കിലും തിയേറ്ററൊക്കെ റൺ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. റൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് പോയി കാണുക. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ഓക്കെ, ഇറ്റ്സ് മീ ടിൻ വർഗീസ് ഫ്രം ടി ബ്ലോഗ്സ്.